figure what value of x will make POQ a straight line. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചിത്രത്തില് എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് POQ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. POQ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് ഫോം ചെയ്യുന്ന ആംഗിൾ, അതായത് ഈ ടോട്ടൽ ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി വരും. അതായത് 3x + 20 എന്ന് പറയുന്ന ഈ ആംഗിളും x + 4 എന്ന് പറയുന്ന ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 180 ഡിഗ്രി ആണ് കിട്ടുന്നത്. ഈ രണ്ട് ആംഗിളിനെയും നമ്മൾ ലീനിയർ പെയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ x + 4ഉം 3x + 20യും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. x + 4 + 3x + 20 = 180 ആണ്. ഇവിടെ എക്സും 3xും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4x എന്ന് കിട്ടും. 4x + 4ഉം 20യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 24 എന്ന് കിട്ടും. 24 = 180. ഈ 24നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ 4x = 180 - 24. അപ്പൊ 4x = 156 എന്ന് കിട്ടും. x = 156/4. അപ്പോൾ ഇതിന്റെ ആൻസർ 39 ആണ്. 39 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യനിൽ ഞാൻ ചെറിയ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് ഈ രണ്ട് ആംഗിളും ഞാനൊന്ന് ചേഞ്ച് ചെയ്തു. ആദ്യത്തെ ആംഗിൾ 2x + 10, രണ്ടാമത്തെ ആംഗിൾ 5x + 100. ഇനി നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇവിടെ എക്സിന്റെ വാല്യൂ ആണ്. ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.